മാന്യനായ മന്ത്രി മഞ്ഞളാംകുഴി അലി 1952 മലപ്പുറം ജില്ലയിലെ മഞ്ഞളാംകുഴിയിൽ ജനനം. 2006 മങ്കടയിൽ നിന്ന് കേരള നിയമസഭയിലെത്തി. 2011 പെരിന്തൽമണ്ണയിൽ നിന്നും നിയമസഭയിലെത്തി മന്ത്രിയായി. ദീർഘകാലം സൗദി അറേബ്യയിൽ പ്രവാസം. ഒട്ടേറെ ബിസിനസ് സംരംഭങ്ങളുടെ സാരഥി. ഇപ്പോൾ നഗരവികസനം, ടൗൺ പ്ലാനിംഗ് എന്നിവയുടെ ഉത്തരവാദിത്വമുള്ള മന്ത്രി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ ഉസ്താദ് അവർകളെ, പ്രിയങ്കരനായ MLA, അതുപോലെ തന്നെ യുനാനി കോളേജ് ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശിവകുമാർ, വേദിയിരിക്കുന്ന പ്രിയങ്കരനായ MLA മാർ, മറ്റാദരണീയരായ ഉസ്താദുമാർ, സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ പരിപാടിയിൽ കുറേ വർഷങ്ങൾ തുടർച്ചയായി പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ എന്നെപ്പറ്റി ഇവിടെ ഒന്നും പറയേണ്ട, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഈ മർക്കസിന്റെ ഒരു ബന്ധുവാണ് ഞാൻ, അല്ലെങ്കിൽ അതിനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. ഇപ്പോഴും മദ്രസിന്റെ കീഴിലുള്ള മർക്കസിന്റെ കീഴിലുള്ള ഒരു മദ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സ്ഥാനമാണ് അത്. ഇപ്പോഴും ഞാൻ ഉപേക്ഷിക്കാതെ ഒരു പൊന്നുപോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ പ്രവാസികളെ പറ്റിയാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പ്രവാസികളും മർക്കസും തമ്മിലുള്ള ബന്ധം പ്രത്യേകമായിട്ട് ഞാൻ പറയേണ്ടതായിട്ടില്ല. കാരണം മർക്കസ് പ്രവാസികളില്ലാതെയില്ല, പ്രവാസികൾ മർക്കസ് ഇല്ലാതെയില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ. മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി പാലക്കാട് പട്ടാമ്പി സ്റ്റേഷനിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയ അനുഭവം മാത്രം ഞാൻ പറയാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല. അതായത് ഞാൻ അവിടെ കാത്തു നിൽക്കുകയാണ് ട്രെയിൻ വരാൻ. 8:25 ട്രെയിൻ. ഒരു 8:15 അവിടെ വലിയ റൂമുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും എന്റെ കൂടെ നിന്ന ആൾക്കാരെല്ലാവരും കൂടി ആ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ലോക്കൽ ട്രെയിൻ കോഴിക്കോട് നിന്ന് ഷൊർണൂരിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിൻ അവിടെ വന്നു. അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി. അതിനൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു പ്രായം അധികമൊന്നും ഇല്ലാത്തൊരു മുസ്ലിം കുട്ടി, നല്ല താടിയൊക്കെ വെച്ച് ഒരു ചെറിയ കുട്ടിയെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഒരു 3-4 സ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ നടന്നു വരുന്ന കണ്ടപ്പോൾ ഞാൻ മെല്ലെ പിന്നിലേക്ക് മാറിയിരുന്നു. കാരണം അവർക്ക് ശല്യം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് പോകാൻ വേണ്ടി. അവർ ഒരുമിച്ച് അങ്ങനെയാണ് പോയി. ഈ മുസ്ലിം കുട്ടി അല്ലെങ്കിൽ ഈ ഉസ്താദ് എന്നെ കണ്ടപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു വന്നതിന് ഷെയ്ഖന്റെ ഒന്ന് സലാം പറഞ്ഞു. വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എങ്ങോട്ടാ പോകുന്ന വെച്ച് അങ്ങനെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി ചോദിക്കുന്നത് ശരിയല്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടെ കുടുംബാംഗങ്ങൾ ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാന് ന്യൂസിലൻഡിലാണ് ജോലി ചെയ്യുന്നതെന്ന്. അപ്പൊ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. നല്ല താടിയുണ്ട്, നല്ല തൊപ്പിയുണ്ട്, നല്ല ശരിക്കും ഒരു മുസ്ലിം തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല, അല്ലെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഇതില്ല. ന്യൂസിലൻഡിലൊക്കെ പോകുമ്പോൾ കുറച്ചെങ്കിലും ഒരു പരിഷ്കാരം, മൂല്യന്മാരാണെങ്കിൽ ചെറിയൊരു പരിഷ്കാരമൊക്കെ ഉണ്ടാവേണ്ടതാണ്. അതില്ല. ഞാൻ അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഉടൻ തന്നെ പറയാണ്, എന്നെ AP ഉസ്താദ് അയച്ചതാണ് ന്യൂസിലാൻഡിലേക്ക്. ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞാൽ എവിടെ? ചെറിയൊരു ദ്വീപ്. ഓസ്ട്രേലിയക്ക് അപ്പുറം വളരെ കുറച്ച് മലയാളികളുള്ള അവിടെ ഉണ്ടാവുക. പക്ഷെ അവിടെ വരെ മർക്കസിന്റെ സഹായം എത്തി എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ള ഗൾഫ് നാടുകളുണ്ട്, യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്, UK മറ്റുള്ള എല്ലാ സ്ഥലങ്ങളുണ്ട്. പക്ഷേ ന്യൂസിലൻഡിൽ ഒരു ഇതേപോലുള്ളൊരു കുട്ടി എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ് പ്രസംഗിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നതാ. വേറൊന്നും ഞാൻ അവിടെ പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടി എനിക്കിവിടെ ഉണർത്താനുള്ളത്, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മുടെ ഇപ്പൊ ഈ നിയമസഭയിൽ ഞങ്ങള് പ്രവാസികൾക്കുള്ള വോട്ടവകാശം അത് ഇവിടെ ഒരു നിയമമാക്കി മാറ്റി. പ്രവാസികളെ നോട്ട് മതി, വോട്ട് വേണ്ടെന്നായിരുന്നു ഇതുവരെയുള്ള സർക്കാരുകളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ആ നോട്ട് വേണ്ട മാത്രമല്ല, നമുക്ക് വോട്ട് വേണം. ആ പ്രവാസികൾ നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട വികസന കാര്യത്തിൽ പങ്കാളികളാവണം എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം ഞങ്ങള് അത് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും വോട്ടവകാശം അത് ഒരു നിയമമാക്കി മാറ്റിയത്. നിയമമാറ്റി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇവിടെ ഉള്ള പ്രവാസികൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനെ? 3 തരത്തിൽ എങ്ങനെയെങ്കിലും ഈ പ്രവാസികളെ മുഴുവൻ പ്രവാസികളിൽ വോട്ട് ചെയ്യിക്കണം. ഒന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്നത്
അവർക്ക് ഒരു പ്രോക്സി വോട്ടിംഗ്, അതായത് അവരുടെ കുടുംബത്തിന് ഒരു അധികാരം കൊടുക്കുക. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ള ആ കുടുംബം തീരുമാനിക്കുക. അപ്പൊ പട്ടാളക്കാർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പട്ടാളക്കാർക്ക് അതേപോലെ നമ്മളൊരു കടലാസ് കൊടുക്കുന്നു, പട്ടാളക്കാർ അവരെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കുന്നു. സാധാരണഗതിയിൽ അങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതേപോലുള്ള പോസ്റ്റൽ വോട്ടുണ്ട്. അപ്പൊ അതേ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോക്സി വോട്ടിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വോട്ടിംഗ്, അതായത് കമ്പ്യൂട്ടറിൽ നമുക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. നേരത്തെ പ്രധാനപ്പെട്ട വലിയ വലിയ നാടുകളൊക്കെ ഇതേപോലെ ഓൺലൈൻ വോട്ടിംഗ് ഉണ്ട്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഓൺലൈൻ, അത് കമ്പ്യൂട്ടർ വിജ്ഞാനം ഇല്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ആ ഓൺലൈൻ വോട്ടിംഗ് ഫലപ്രദമാവില്ല എന്നുള്ള സംശയം കൂടി പല ആൾക്കാരും അതിനെ പറ്റി പറയുന്നുണ്ട്. മൂന്നാമതാണ് നമ്മൾ ഈ ഓൺലൈൻ വോട്ടിംഗും അതുപോലെ തന്നെ പ്രോക്സി വോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നാട്ടിലുള്ള എംബസികളിൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലെ വോട്ട് ചെയ്യുക. പക്ഷെ അത് ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മുടെ കേരളത്തിൽ ഏകദേശം 2000-ഓളം വരുന്ന ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിൽ നമ്മൾ അവിടെ പോയിട്ട് ഒരു ദുബായിലൊരു എംബസിയിൽ 2000 ബൂത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ സൗദി അറേബ്യയിലോ ജിദ്ദയിലോ റിയാദിലോ ദമ്മാമിലോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ന്യൂസിലൻഡിൽ തന്നെ നമുക്ക് അതേപോലുള്ള ഒരു ബൂത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനേതെങ്കിലും ഒരു വഴി അപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിവിന്റെ പരമാവധി വെച്ച് ഈ വരുന്ന പഞ്ചായത്ത് നമ്മുടെ മുനിസിപ്പൽ ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചോണ്ട് അറിയാം എന്താണ് എന്റെ സ്ഥിതി വരിക. കാരണം പലപ്പോഴും പല ഭാഗത്തുള്ള ഒബ്ജക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഇത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രവാസികളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പ്രവാസികളെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നോട്ട് മതിയായിരുന്നു, അവർ വേറൊന്നും വേണ്ട. പക്ഷെ ഈ പ്രാവശ്യം അവരുടെ വോട്ട് മുഴുവൻ ഇതേ രീതിയിലുള്ള നമുക്ക് ഉപയോഗിക്കാനാകുകയാണെങ്കിൽ 18 ലക്ഷത്തോളം വരുന്ന പ്രവാസികളായിരിക്കും അവർ വോട്ട് രേഖപ്പെടുത്തുക. അപ്പൊ 18 ലക്ഷത്തോളം വരുന്ന പ്രവാസികളാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ പ്രവാസി മലയാളികൾ 18 ലക്ഷത്തോളം വരുന്നവർ തന്നെ ആയിരിക്കും ഇവിടുത്തെ കൃത്യമായിട്ട് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതിനുള്ള കഴിവാണ് നമ്മൾ പ്രവാസികൾക്ക് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അതേ രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രവാസികൾ നമ്മുടെ നാടിന്റെ ഈ നാടിനെ പട്ടിണിക്കിടാതെ നോക്കുന്ന അവരാ. 10-18